ദിവ്യകാരുണ്യം ജീവിക്കുന്ന ഈശോയാണ്. അതിൽ ഈശോയ്ക്ക് നമ്മോടുള്ള സ്നേഹമാണ് വെളിപ്പെടുന്നത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അവസാനത്തുള്ളി രക്തം വരെ നമുക്കായി ചിന്തി ആ കുരിശിൽ കിടന്ന് ജീവൻ വെടിഞ്ഞു. ആ സ്നേഹത്തിൻ്റെ അടയാളമാണ് ദിവ്യകാരുണ്യം. അതെ, ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ ശരീരവും രക്തവുമാണ്. നമ്മുടെ ഇടയിൽ വസിക്കുവാൻ വേണ്ടി അവിടുന്ന് ഒരു ഗോതമ്പപ്പത്തോളം ചെറുതായി സ്വയം ശൂന്യമായി ആ ദിവ്യകാരുണ്യത്തിൽ ഇന്നും വസിക്കുന്നു. ഇന്നും ജീവിക്കുന്ന ഈശോയുടെ സാന്നിധ്യമാണ് ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യം സ്നേഹം തന്നെയായ ഈശോയാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോ അപ്പത്തോളം ചെറുതായി നാം ഓരോരുത്തരിലും എഴുന്നള്ളി വരുന്നു. അങ്ങനെ ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അവിടുന്ന് ചൊരിയുന്നു. നാം എന്നും വിശുദ്ധ കുർബാനയിൽ ഈശോയെ വിശുദ്ധിയോടെ സ്വീകരിക്കണം. എന്നും ആ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ നാം ഒരുപാട് നേരം ചിലവഴിക്കണം. നമുക്ക് നമ്മുടെ വിഷമങ്ങളും മനസ്സിൻ്റെ ഭാരങ്ങളും നമ്മുടെ അസ്വസ്ഥതകളും ആകുലതകളും എല്ലാം തന്നെ ഈ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് മുമ്പിൽ സമർപ്പിക്കാം. അപ്പോൾ ദിവ്യകാരുണ്യ ഈശോ അതെല്ലാം ഏറ്റെടുത്ത് നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് നമ്മുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കുറവുകളും ബലഹീനതകളും നമുക്ക് സമർപ്പിക്കാം. നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന ആ സ്നേഹം നമ്മുടെ ദിവ്യകാരുണ്യ ഈശോ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയല്ലേ, നമ്മെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുത്ത് രക്ഷിക്കുന്നതിന് വേണ്ടിയല്ലേ ഒരപ്പത്തോളം ചെറുതായി ഈ ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്നത്. നമ്മൾ അവിടത്തേക്ക് എത്രയോ വേണ്ടപ്പെട്ടവരാണെന്നോ, എത്രയോ വിലപ്പെട്ടവരാണെന്നോ. അതെ, നമ്മുടെ ഒരാവശ്യവും യാചനകളും അവിടുന്ന് നിരസിക്കുകയില്ല. കണ്ണീരോടുകൂടെ നാം അവിടുത്തെ മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുമ്പോൾ ആ കണ്ണീരിനെ മറികടന്നു പോകുന്ന ഒരു ഈശോയല്ല നമുക്കുള്ളത്. അവിടുന്നെല്ലാം ഏറ്റെടുത്ത് നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. കാരണം അവിടുന്ന് സ്നേഹമാണ്. ആ സ്നേഹത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് മുമ്പിൽ അടിയറ വയ്ക്കാം.